40 വയസ്സ് അത് അത്രയും വലിയ പ്രായമാണോ മോളെ? ഇന്നത്തെ കാലത്ത് പല പെൺകുട്ടികളും ജീവിച്ചു തുടങ്ങുന്നത് തന്നെ 40-ാം വയസ്സിലാണ്. നിന്നെ കണ്ടാൽ ആരെങ്കിലും 40 വയസ്സ് പ്രായമുണ്ടെന്ന് പറയോ? ഇപ്പോഴും എൻ്റെ പൊന്നുമോള് എന്തൊരു മൊഞ്ച. ആര് കണ്ടാലും 18 പറയത്തു പോലുമില്ല. എന്തിൻ്റെ കുറവുണ്ടായിട്ടാ എൻ്റെ മോക്ക്? നീ ഇവിടുത്തെ രാജകുമാരിയല്ലേ മോളെ? ഈ കാണുന്നതൊക്കെ നിനക്കുള്ളതല്ലേ? ഇത്രയൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാ മോളെ ഇനിയൊരു വിവാഹത്തിന് നീ സമ്മതിക്കാത്തത്? എന്തിനാ മോളെ ആ പഴയകാല ഓർമ്മകളിൽ നീറി നീറി നീ ഇങ്ങനെ ജീവിതം കളയുന്നത്? ഇന്നലെ ഏട്ടൻ പറഞ്ഞ ആ കൂട്ടരുണ്ടല്ലോ, അത് എന്തുകൊണ്ടും നമുക്ക് ചേർന്നൊരു ബന്ധം. അമ്മ അവരോട് വരാൻ പറയട്ടെ മോളെ, മോളെ ഒന്ന് കാണാൻ വേണ്ടി. ഒന്ന് കണ്ടു നോക്ക്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട. ഒരുപാട് പേര് ആലോചനകളായിട്ട് വരുന്നുണ്ട്. എൻ്റെ പൊന്നു മോള് ഒന്ന് സമ്മതിക്ക്. ഇനിയെങ്കിലും ഒരു വിവാഹം വേണം എന്നൊരു തീരുമാനം എടുക്ക്. മോക്കറിയാലോ അമ്മയുടെ പ്രായം എത്രയാണെന്ന്. അമ്മയ്ക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, എൻ്റെ മോളുടെ വിവാഹം കണ്ടൊന്ന് മരിക്കണം. ആ ഒരൊറ്റ ആഗ്രഹമേ ഈ പ്രായത്തിലും അമ്മയ്ക്കുള്ളൂ. അമ്മയുടെ മാത്രമല്ലല്ലോ, ഏട്ടന്മാരും അത് തന്നെയല്ലേ മോളോട് ആവശ്യപ്പെടുന്നുള്ളൂ. അവരുടെയും ഒരേ ഒരു മോഹം അവരുടെ ഒരേ ഒരു രാജകുമാരിയായ ഈ പെങ്ങളുടെ വിവാഹമല്ലേ. എൻ്റെ മോൾ എന്താ അതൊന്നും മനസ്സിലാക്കാത്തത്? നീ പ്രായത്തെ ഭയക്കല്ലേ മോളെ. ആദ്യ വിവാഹം ഒരു ദുരന്തമായിരുന്നെന്ന് കരുതി അങ്ങനെ തന്നെ വീണ്ടും ആവുമെന്ന് വിചാരിക്കേണ്ട കാര്യം എന്താ? രണ്ടാമത് വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന എത്ര ആൾക്കാരുണ്ട് നമുക്ക് ചുറ്റും. ഒന്ന് മാറി ചിന്തിച്ചൂടെ എൻ്റെ പൊന്നുമോക്ക്? മോളെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ മോളെ. എത്ര സമയമായി ഞാനിങ്ങനെ വായിട്ടലിക്കുന്നു. മൗനം വെടിഞ്ഞു രഞ്ജു തലയുയർത്തി. അമ്മ ഇത് എല്ലാ പ്രാവശ്യവും ഇത് തന്നെയല്ലേ പറയണത്? എത്രയായി ഇത് തന്നെ ഞാൻ കേൾക്കുന്നു. എത്ര തവണ ഞാൻ എൻ്റെ മറുപടി അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അമ്മ ഇത് അവസാനിപ്പിക്കാത്തത് എൻ്റെ കുറ്റം കൊണ്ടാണോ? എനിക്കിനിയൊരു വിവാഹം വേണ്ട. ഞാൻ ഇനിയൊരാളെ വിവാഹം കഴിക്കില്ല. ഇനിയൊരാണിനെ വിശ്വസിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. എൻ്റെ ജീവിതം എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതിലൊരു മാറ്റവുമില്ല. ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചതാണ്. എൻ്റെ വിവാഹം കൊണ്ട് അമ്മ എന്തുണ്ടാവുമെന്നാ അമ്മ പറയണത്? ഇപ്പം ഞാൻ അനുഭവിക്കുന്ന സന്തോഷത്തിന് എന്തെങ്കിലും മാറ്റം വരുത്താൻ എൻ്റെ വിവാഹം കൊണ്ട് പറ്റുമെന്നാണോ അമ്മ വിചാരിക്കുന്നത്? വിവാഹം കഴിച്ചില്ലെന്ന് വെച്ച് ഇപ്പം എന്താ കുഴപ്പം? ഒരു വിവാഹം കഴിഞ്ഞല്ലോ, എനിക്കൊരു മകളും കൂടിയുണ്ട്. ഈ 40-ാം വയസ്സിൽ, അതും ഈ പ്രായത്തിൽ ഇനിയൊരു വിവാഹം. അമ്മ എത്ര തവണ ആവർത്തിച്ച് പറഞ്ഞാലും എൻ്റെ കാര്യത്തിൽ മാറ്റം ഉണ്ടാവില്ല. ഞാനൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കില്ല. ഇനിയൊരാണിനെ വിശ്വസിക്കാൻ എന്നെ കൊണ്ട് വയ്യ. എൻ്റെ മകൾ, അവൾക്ക് വേണ്ടി എൻ്റെ ഈ ജീവിതം. വനജ മറുത്തൊന്നും പറഞ്ഞില്ല. എന്നും പതിവ് മറുപടികൾ തന്നെ ആവർത്തിച്ചു പറയുന്ന മകളെ നോക്കി വളരെ നിരാശയോടെ വനജ നിന്നു. അതിനുശേഷം തൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകി വരുന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് വനജ പറഞ്ഞു, ആയിക്കോട്ടെ, നിന്റെ തീരുമാനത്തിൽ എന്നത്തെയും പോലെ ഇന്നും മാറ്റമില്ലെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഒരു കാര്യം അമ്മ പറഞ്ഞേക്കാം. പെട്ടെന്നൊരു ദിവസം ഈ അമ്മ ഈ ലോകത്തോട് വിട്ടുപറഞ്ഞു പോയി എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മോള് മനസ്സിലാക്കണം, അമ്മയുടെ ഒരേ ഒരു ആഗ്രഹം നടത്തിത്തരാൻ പറ്റുമായിരുന്നിട്ടും നടത്തിത്തരാൻ പറ്റാതെ പോയ മകളാണ് നീയെന്ന്. അമ്മ എന്തൊക്കെയായി പറയണേ? എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല. നിന്റെ വിവാഹം അത് കണ്ട് മരിച്ചാൽ മതി. എനിക്ക് അത് മാത്രം വേണ്ടുള്ളൂ. എനിക്ക്
എന്ത് വേണമെങ്കിലും നിനക്ക് തീരുമാനിക്കാം. ഏട്ടൻ ഇന്നലെ കൊണ്ടുവന്ന ആ കൂട്ടരുണ്ടല്ലോ, ഏട്ടൻ നാളെ അവരെ കൊണ്ടുവരാന്നാ പറഞ്ഞിരിക്കുന്നത്. വേണമെങ്കിൽ നിനക്ക് അവരുടെ മുന്നിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കാം. അതല്ല, വേണ്ടെന്നാണ് നിന്റെ തീരുമാനമെങ്കിൽ കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാനില്ല. കൂടുതലായിട്ടൊന്നും പറയാതെ വനജ ആ മുറി വിട്ടിറങ്ങി. വനജയുടെ വാക്കുകൾ തൻ്റെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിയെങ്കിലും രഞ്ജുവിൻ്റെ തീരുമാനത്തെ മാറ്റിമറിക്കാൻ വനജയുടെ വാക്കുകൾക്ക് സാധിച്ചില്ല. അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു വിവാഹം ഉണ്ടാവില്ല. ഇനി ഈ പ്രായത്തിൽ ഇനി ഒരാളെ വിവാഹം കഴിക്കാൻ എനിക്ക് സാധിക്കില്ല.